PV അൻവർ വീണ്ടും സജീവമാവുകയാണ്. നിലമ്പൂരിൽ തോറ്റുപോയി, വലിയ വോട്ട് ഷെയർ പിടിച്ചു. അപ്പോൾ അത് UDF നിന്ന് പിടിച്ചതാണെന്നും LDF നിന്ന് പിടിച്ചതാണെന്നും വലിയ വാദവും തർക്കമൊക്കെ നടന്നു. CPMൻ്റെ വളരെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് മെമ്പർ സ്വരാജിനെ തോൽപ്പിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് നിലമ്പൂർ എന്തായാലും PV അൻവറിന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേപ്പൂരിലേക്ക് പോയാൽ എന്തെന്നൊരു ചിന്ത കോഴിക്കോട്, മലപ്പുറത്ത് തന്നെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നാൽ എന്തെന്നുള്ള അങ്ങനെ വലിയ ചർച്ച നടക്കുകയാണ് PV അൻവറിൻ്റെ ആ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് ഡെവലപ്മെൻറ്റ് അത് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ വരുന്നു. അതിൽ പരമാവധി മത്സരിക്കും, മാക്സിമം മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാക്സിമം മത്സരിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, UDFുമായിട്ടുള്ള അനൗപചാരിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ചർച്ച നടത്തിയെന്നാണ്. പക്ഷേ അത് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. അപ്പോൾ ചർച്ച നടക്കുന്നു. വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് ഈ VD സതീശനെ പോലെയുള്ള ഒരു വിഭാഗമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിനോടുള്ള ഒരു എതിർപ്പുണ്ടത്. പക്ഷേ വേറൊരു വലിയ വിഭാഗത്തിന് അതിനകത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്നൊരു അഭിപ്രായക്കാരുണ്ട്. അതിനകത്ത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ കൊണ്ടുവരണം UDFന്. പക്ഷേ ഇപ്പോൾ പഴയതുപോലെ സതീശന് വിലപേശലിൻ്റെ ഒരു ശക്തി പോരാ. കാരണം NSS വേറൊരു നിലപാടെടുത്തിരിക്കുന്നു, SNDP മറ്റൊരു നിലപാടെടുത്തിരിക്കുന്നു. ഒരു അപ്പർ എഡ്ജ്, അതായത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന UDFൻ്റെ അപ്പർ എഡ്ജ് ഇപ്പോൾ കുറേശ്ശെ ഗ്രാഫ് മാറി ഒരു LDF അപ്പർ എഡ്ജിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം കേരളത്തിലുണ്ട്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ PV അൻവറിന് കുറച്ചുകൂടെ അനുകൂലമാണ്. അൻവറിൻ്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. PV അൻവർ എല്ലാ സീറ്റുകളിലും മത്സരിക്കാനാണ് ശ്രമിക്കുന്നത് പരമാവധി. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിൽ എന്ത് തന്നെയായിരുന്നാലും PV അൻവർ വിചാരിച്ചാൽ മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ മത്സരിപ്പിക്കാനും അവർ നിർണായക സ്ഥാനത്ത് വരാനും സാധ്യതയുണ്ട്. പല പഞ്ചായത്തുകളിലും ചിലപ്പോൾ അവർ ഭരണത്തിൽ വന്നാലും അത്ഭുതമില്ല, കാരണം ആളുണ്ട് അവരുടെ. എന്നാൽ അസംബ്ലിയിലേക്ക് വരുമ്പോൾ കഥ മാറും. 1-2 സീറ്റ് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ സജിക്ക് വേണ്ടി, കോട്ടയത്ത് നിന്ന് പോയിട്ടുള്ള സജിക്ക് വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ചോദിക്കാം. പിന്നെ 2 പേര് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ജയിച്ചാൽ, അൻവർ ജയിച്ചാൽ മന്ത്രിസ്ഥാനം ചോദിക്കാം. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. എന്തായാലും അദ്ദേഹം 2 കാര്യങ്ങൾ ഇപ്പോൾ PV അൻവറിൻ്റെ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തി വരുന്നു. മറ്റു ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നു, കോടി ശരിയാകുന്നു, പിന്നെ ചിഹ്നം ശരിയാകുന്നു. അങ്ങനെ ഫോർമാലിറ്റീസ് എല്ലാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം അവർ ചെയ്തു വരുന്നുണ്ട്. പ്ലസ് ഈ 2 കാര്യങ്ങളാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക. 2, UDFുമായിട്ടുള്ള ചർച്ച. അത് അനൗപചാരികമാണെങ്കിൽ അത് ഔപചാരികത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക. ഇത് രണ്ടും സമാന്തരമായി നടക്കുന്നുണ്ട്.